കടന്നുപോയ വേനൽക്കാലം കാസർകോട്ടെ കല്ലുമ്മക്കായ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടത്. ചൂടിൽ കല്ലുമ്മക്കായകളെല്ലാം നശിച്ചപ്പോൾ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കൗവായിക്കായലിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചയാണിത്. വേനൽ ചൂടിൽ നശിച്ചുപോയ കല്ലുമ്മക്കായകൾ നീക്കം ചെയ്യുകയാണ് കർഷകർ. ഇത്തവണ നല്ല വിളവുണ്ടായിരുന്നതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുമ്പോഴാണ് ചൂട് കടുത്തത്. പാകമായ കല്ലുമ്മക്കായകൾ വായ പിളർന്ന് നശിച്ചു. വിളവെടുപ്പ് കാലത്ത് ചാക്കിൽ കെട്ടി കല്ലുമ്മക്കായകൾ കുഴിയെടുത്ത് മൂടേണ്ടി വന്നു. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമെല്ലാം കൃഷിയിറക്കിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായത്. പെട്ടെന്ന് വേനൽ ചൂട് കൂടിയത് കാരണം കംപ്ലീറ്റ് പൊട്ടി നശിച്ചു. അപ്പോൾ വലിയ നഷ്ടം തന്നെ, ഒന്നും കിട്ടില്ല. അപ്പോൾ അതിനിടയിൽ സർക്കാരിൻ്റെ ഒരു സബ്സിഡി ഉണ്ട്, അത് കിട്ടിയ ചെറിയൊരു ആശ്വാസമാണ്. അത് ഈടെ നോക്കാൻ വന്ന ചെറിയൊരു പാളിച്ച ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കുറച്ചാൾ ബോർഡ് വെക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടൂല എന്നുള്ളൊരു പിന്നെ വർത്തമാനം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ആശ്വാസം കൂടി ആവും. അപ്പം പിന്നെ ഈ നഷ്ടപരിഹാരത്തിൻ്റെ കൂടി നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. കൃഷി ചെയ്ത കുടുംബശ്രീ പ്രവർത്തകരും കടക്കിണിയിലായി. കനത്ത ചൂടായിരുന്നു. വെള്ളം തന്നെ തിളക്കുന്ന വെള്ളമുണ്ട്. അതിന് കല്ലുമ്മക്കായി എല്ലാം വായ പൊട്ടിയിട്ട് എല്ലാം വായ തുറന്നിട്ട് എല്ലാം പോയി. ആർക്കുമില്ല. എല്ലാ കുടുംബശ്രീക്കെല്ലാം ഭയങ്കര നഷ്ടമായിട്ട് വരുന്നത്. 80,000 രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ഇറക്കിന്. അത് എല്ലാം ഒന്നും കിട്ടിയിട്ടാ. അത് ഇപ്പോൾ നമ്മെ എങ്ങനെ അടക്കുന്നില്ല ആ ഒരു ഇത് അന്നുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്ക് പുറമെ ഇതര സംസ്ഥാനത്തേക്കും കാസർഗോഡ് നിന്ന് കല്ലുമ്മക്കായ കയറ്റുമതി ചെയ്യാറുണ്ടായിരുന്നു. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ പഞ്ചായത്തുകളിലായി കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന 2000-ഓളം കർഷകരാണ് പ്രതിസന്ധിയിലായത്. വിളവെടുപ്പിന് ഇങ്ങനെ പാകമായി നിൽക്കുമ്പോഴാണ് കനത്ത ചൂടിൽ എല്ലാം നശിച്ചത്. പതിവില്ലാത്ത വിധം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.